നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. ചേച്ചി നേരത്തെ എത്തിയോ? പിന്നെ എത്താതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയുടെ കല്യാണം അല്ലേ? ശരി ശരി. എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ. അവരിങ്ങ എത്തിയില്ലല്ലോ മോനെ. സമയം 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആന്റി. 10:30 കഴിഞ്ഞിട്ടാണല്ലോ മുഹൂർത്തം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരുക്കത്തിന്റെ കാര്യം ആന്റിക്ക് അറിയാലോ. കല്യാണത്തിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. മോന്റെ ഹോട്ടലിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? കാറിനാവുമ്പോ ഒരു 10 മിനിറ്റ്. പിന്നെ രോഹിത്ത് ഒപ്പം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓടിച്ചിങ് എത്തിയോളൂ. എന്തായാലും മോന്റെ ഹോട്ടൽ ഉണ്ടായതൊരു സൗകര്യമായി. ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ കിട്ടുമല്ലോ. ശരിയാ. നോക്കേ അവരെത്തറിയാം, നമുക്ക് അവിടെ നിന്നാലോ. അതാണ് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. ദേ അവരിങ്ങ എത്തിയല്ലോ. ഇറങ്ങടി കള്ളിപ്പൂച്ച ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ പേര് മാറ്റലൊക്കെ കടന്നോ? ഞാൻ കള്ളിപ്പൂച്ചെന്ന് വിളിച്ചതാണോ? എന്റെ പൊന്ന് വിഷ്ണുവേട്ടാ, ശാരികേച്ചിയുടെ കല്യാണത്തലേന്ന് രാത്രി ഇവളെന്ത് വീമ്പളക്കലായിരുന്നു അറിയോ? കുഞ്ഞേച്ചി പറയട്ടടി. കല്യാണം പോലുള്ള ബോറം പരിപാടികൾക്കൊന്നും ഇവളിപ്പോ ഇല്ല. പഠിച്ച് വലിയൊരു നിലയിലെത്തണം, സ്വന്തം കാലിൽ നിക്കണം, അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റി ആലോചിക്ക പോലും ചെയ്യുള്ളൂന്ന് അല്ലടി? അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാന്ന്. ഒരു ചെക്കൻ പിന്നാലെ വന്നപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത് കണ്ടില്ലേ? എന്റെ പൊന്നാര കള്ളി പൂച്ച. ഒന്ന് പോകും ചേച്ചി, അമ്മയൊക്കെ പോവും. ഓ പോട്ടെ. എന്റെ പൊന്നു ബ്രോ, ഇനി മുതൽ ഈ പണിക്ക് മാത്രം എന്നെ വിടല്ലേ. ഒരു മല പൊട്ടിച്ചു വേണമെങ്കിൽ ഈ കാൽക്ക കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ പെണ്ണുങ്ങളെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുവരാൻ സഹായിയായി നിൽക്കാൻ മാത്രം പറയല്ലേ ബ്രോ. പൊട്ട്, ചാന്ത്, കൺമഷി എല്ലാത്തിനും പിന്നാലെ ഓടി ഉത്സവപ്പറമ്പി വളക്കച്ചവടം നടത്തുന്ന ആളുടെ ആ അവസ്ഥയിലായി ഞാനിപ്പോ. അയ്യടാ, ആനെ കൂടെ തടി പിടിപ്പിക്കാൻ ഇതിനേക്കാൾ എളുപ്പമോ? അത് ഒരാൾക്ക് മാത്രമാണോ? 3 എണ്ണത്തിനും വേണം മേക്കപ്പ്. കല്യാണം കഴിഞ്ഞതാന്ന് ഒരു വിചാരം പോലും ഇല്ല ഇതുങ്ങൾക്ക്. കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ, കല്യാണം കൂടാൻ വരുന്നവര് പെണ്ണിന്റെ ചേച്ചിമാരെ നോക്കും. അവരിങ്ങനെ തിളങ്ങി നിന്ന അമ്മയ്ക്ക് ഒരു ഗമയാ. 3 സുന്ദരി കുട്ടികളുടെ അമ്മയാണെന്നുള്ള ക്രെഡിറ്റ്. അയ്യോ, അമ്മയ്ക്കും കൂടെ കുറച്ച് മേക്കപ്പ് ഇടായിരുന്നു. അയ്യടാ, ഒന്ന് പൊടിയിടുന്നു. അല്ല, ദീപക്കും വീട്ടുകാരെ എത്തിയില്ലേ മോനെ ഇതുവരെ? ഇല്ല, അതാ ഞാനും നോക്കുന്നേ. അത് പറഞ്ഞ പോലെ അവരാണല്ലോ ആദ്യം വരേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരവിന്ദ, അവരെയും കൂട്ടി കയറ്. നിങ്ങളെന്ന് കയറിക്കോ. എന്നാ പോട്ടെ ബോസേ. താഴെ നിൽക്കണം. ഇയാളെ ലൈസൻസും വണ്ടിയുടെ പേപ്പറും ഒന്ന് എടുത്തേ. സാറിന് എല്ലാം കാണണം അല്ലേ? ഇത് നമ്മുടെ ഏരിയ ബോസാറേ. ഇലക്ഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ചുറ്റുവട്ടത്തുണ്ട്. ഉച്ചത്ത് ഞാനൊരു വിളി വിളിച്ച സാറിന്റെ വണ്ടിയുടെ പേപ്പറും സാറിന്റെ പേപ്പറും ഒക്കെ കാണിച്ചിട്ടേ അവര് വിടൂ. സർക്കാരിന് നാണക്കാരുണ്ടാക്കാൻ ചുമ്മാ വെയിൽ കൊള്ളാതെ ചന്ദ്രബോസ് സാറേ. ചന്ദ്രബോസ് വെച്ച ചെക്ക് മാറി സ്ഥിതിക്ക് ഇയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കാർ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു തരാം കായൽ റാണി ആരുടെ അമ്മായിയമ്മയുടെ വകയാണെന്ന്. വാ ഭഗവാനെ, എന്റെ ദീപക്കിന്റെ കൂടെ സന്തോഷത്തോടും സമാധാനത്തോടും ഒരുപാട് കാലം ജീവിക്കാനുള്ള വരം തരണേ. അവനും എനിക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതേ.
വരുന്നവരെ നീ തന്നെ തട്ടിമാറ്റിക്കളയണേ. ശ്യാമേ, എന്താ രോഹിത്? ഇയാളോടൊരു സോറി പറയാൻ വന്നതാ. എന്തിന്? അല്ല, അന്നത്തെ ആ സംഭവം. രോഹിത് എന്തിനാ ഇപ്പൊ ഈ വിഷയം എടുത്തിട്ടത്? അതും ഈ സമയത്ത്? അല്ല, അതിനുശേഷം ഇയാളെ കണ്ട് ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. അതല്ല, മാപ്പ് പറയാൻ മാത്രം കുറ്റബോധം രോഹിത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ രോഹിത് അത് മനഃപൂർവ്വം ചെയ്തു എന്ന് അതിനർത്ഥം. ശ്യാമേ, ഞാൻ ശ്യാമേ, ദേ അമ്മ വിളിക്കുന്നുണ്ട്. ശ്യാമേ, ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. അങ്ങനൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ അത് മറ്റാരെയും ബോധ്യപ്പെടുത്തണമെന്നില്ല, ഈ എന്നെ പോലും. ഇങ്ങനെയൊരു സംസാരം പോലും നമുക്കിടയിൽ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അത് മറന്നേക്ക് രോഹിത്. ശ്യാമേ വന്നേ, അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു. ആ, എന്താടി നിന്റെ പ്രസരിപ്പും ചൊടിയൊക്കെ പെട്ടെന്നങ്ങ് പോയല്ലോ. ഏയ് ഒന്നുമില്ലമ്മേ. എന്തായിരുന്നു രോഹിതുമായിട്ടൊരു തർക്കം? തർക്കോ? രോഹിത് ഒരു ആശംസ പറയാൻ വന്നതാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൂക്ഷിച്ച് കണ്ണു തുറക്കല്ലേ, പതിയെ മെല്ലെ 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 വാ. നാളെ നമ്മൾ ഡൽഹിക്ക് പോവല്ലേ, അതുകൊണ്ട് ഈ വർഷത്തെ വിഷുക്കണി കാണിക്കുന്നത് ഞാന്. പതിയെ പതിയെ വാ, കണ്ണു തുറക്കല്ലേ. നേരെ കണ്ണു തുറക്കരുത്. കണ്ണു തുറക്കരുത്. ഇനി തുറന്നോ. കണ്ടു, കണ്ണിറയെ കണ്ടു. ഇതാണല്ലേ ഞാൻ രാത്രി നോക്കിയിട്ട് മുറിയിലൊന്നും കാണാത്തെ. താൻ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഒരുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നേരത്തെ എഴുന്നേറ്റു. ഈ കണ്ണനേക്കാളും വലിയ കള്ളക്കണ്ണനല്ലേ എന്റെ കൂടെയുള്ളത്. ഇനി താൻ ആ കൈയൊന്ന് നീട്ടിക്കേ. അയ്യോ, സ്വർണ്ണ നാണയം. അയ്യോ, സച്ചേട്ടന് ഞാനിപ്പോ എന്താ കൈനീട്ടായിട്ട് തരാ? എനിക്കുള്ള കൈനീട്ടമൊക്കെ എപ്പോഴേ കിട്ടി. തന്റെ മുഖത്ത് ഈ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെന്ത് കൈനീട്ടാ വേണ്ടത്?
തന്റെ ഈ ചിരി തന്നെയാ എന്റെ കണി. താൻ തന്നെയാ എന്റെ കൈനീട്ടവും. അതാരൊക്കെ ഓടുന്നേ? ഞാനല്ല. ഇത് ഞാനുമല്ല. കണ്ണു തുറക്കല്ലേ, നേരെ പൊയ്ക്കോ. ഇനി പയ്യെ കണ്ണുറന്നു. അടിപൊളി ഏട്ടത്തി, കണി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെന്നോടല്ല, ദാ ഇവിടെ പറയണ്ടേ, സച്ചേട്ടൻ ഇതിനൊക്കെ ആള്. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ കൊറേ ദിവസമായിട്ട് സച്ചേട്ടൻ ഓരോന്നൊക്കെ ചെയ്ത് ഏട്ടത്തെ അങ്ങ് ഞെട്ടിക്കുവാണല്ലോ. കണ്ടു പഠിക്കേട്ടോ, ഭാവിയിൽ ആവശ്യം വരും. അയ്യടാ, ഒരു നാണക്കാരൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട്. താനെന്നാ വരുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇത്രയും സാരി കെട്ടിപ്പോഞ്ഞോണ്ട് പോകുന്നോണ്ട് ചോദിച്ചതാ. ഇത്രയും വേണ്ടേ? ഇത്രയും നല്ല, ഇതൊന്നും വേണ്ട. അയ്യോ, അപ്പൊ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റണ്ടേ? മാറ്റണം. അതിന് ഈ സാരി ഒന്നും കൊണ്ടുപോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാം ഞാൻ ശരിയാക്കി തരാം. താനിവിടെ പെട്ടിക്കട വല്ലതും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെന്താ? ഇതെന്തിനാ ഈ അച്ചാറൊക്കെ? അന്യനാടല്ലേ സച്ചേട്ടാ, അവിടുത്തെ ഭക്ഷണമൊന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. ആ, അത് ശരിയാ. എന്നാ പിന്നെ ഇരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, അടുക്കളയിന്ന് ദോശക്കല്ലൂടി എടുക്കാം. അച്ചാർ മാത്രം പോരല്ലോ, കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൂടെ വേണ്ടേ? എടോ, ഈ ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന സാധനങ്ങളാ ഇതൊക്കെ. അത്ര മോശം ഫുഡൊന്നും അല്ല അവിടുത്തെ. പോരാത്തതിന് പോകുന്നിടത്തെല്ലാം മലയാളി ഹോട്ടലും ഉണ്ട്. ആണോ? അതെ. അല്ല, ഈ വെള്ളം എന്തിനായിരുന്നു? ഇവിടുന്ന് പോയാ അവിടെ എത്തുന്നവരെ നമുക്ക് കുടിക്കാൻ. ഓ, അത് ശരി. ഒരു ഗ്ലാസ് കൂടി എടുത്തോണേ. ഫ്ലൈറ്റ് പറഞ്ഞോണ്ടിരിക്കുമ്പോ വെള്ളം ദാഹിച്ചാ കുടിക്കാലോ. ഇനി കട്ടറിലോ എല്ലാം വീണാലും ദേഹത്ത് വീഴ്ത്തൂല്ല. സച്ചേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ? പിന്നെ ഇതൊക്കെ കണ്ട കളിയാക്കാതെ പിന്നെ ഞാൻ എന്തു പറയാനാ? അവിടുന്ന് കിട്ടുന്നൊക്കെ ക്ലോറിനൊക്കെ ഇട്ട വെള്ളമായിരിക്കും അമ്മ പറഞ്ഞോണ്ടാ ഞാൻ ഈ വെള്ളമൊക്കെ എടുത്തു വെച്ചത്. ബെസ്റ്റ് അമ്മയും അതിനേക്കാൾ ബെസ്റ്റ് മോളും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞു തരേണ്ടത് സച്ചേട്ടനല്ലേ? അതിന് പകരം എന്നെ കളിയാക്കുവാണോ? ഓ, ശരി ശരി. ഇങ്ങോട്ട് നോക്കിയേ. ഈയാൾക്ക് മാറാനുള്ള 1 or 2 ഡ്രസ്. ഇനി അതെടുക്കണോന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കല്ലേ അവിടെ പോയി വാങ്ങാം. എന്റെ ലാപ്ടോപ്പ്, 2 ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഈ യാത്രയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഈ പെട്ടി തന്നെ മാറ്റി നമുക്ക് ചെറുതാക്കാം. അല്ലാതെ ഈ വീടോടെ കൊണ്ടുപോകണ്ട. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇതെല്ലാം ഇരുന്ന പോലെ എന്റെ മോള് തിരികെ കൊണ്ടുവച്ചേ. ഏട്ടൻ കാണട്ടെ. ക്ലോറിൻ ഇല്ലാത്ത വെള്ളം കുടിക്കാൻ കൊതിയാവുന്നു. നാളെ ഇനി ഡൽഹിയിലൊക്കെ വരൾച്ചയാണോ ആവോ?
ഇനി എങ്ങാനും അങ്ങനെ വന്നാ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം അവിടെ കിട്ടില്ലല്ലോ ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊന്ന് ഞാൻ കരുതിയില്ല. ആ ഒരു തെറ്റിന്റെ പേരിൽ എന്നെ തീരാവേദനയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് എന്റെ ഗൗരി എന്നെ വിട്ടിട്ട് പോകുന്നു ഞാൻ കരുതിയില്ല. വഴക്ക് മാറ്റി കൂട്ടുകൂടാനാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷേ അപ്പ കാണുന്നത് തീയിൽ വെന്താ വരുന്ന എന്റെ ഗൗരിയ. ആ തീയിൽ ചാടി അവൾക്കൊപ്പം ഒരുപിടി ചാരമാവാന്ന ഞാൻ ആദ്യം കരുതിയത്. പിന്നെ എന്റെ മാളു അവളുടെ കരയുന്ന മുഖം എന്നെ തടഞ്ഞത്. മഹേട്ട വിഷമിക്കാതെ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഗൗരി ചേച്ചിക്ക് അത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ കബളിപ്പിച്ച ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ മാളുവിന് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ മതിയാവൂ. അതെ, മാളൂന് മഹിയേട്ട മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും നഷ്ടായാലുണ്ടാവുന്ന വേദനയെക്കുറിച്ച് മറ്റാരേക്കാളും അറിയാവുന്ന ആളാ ഞാൻ. അതുകൊണ്ടുകൂടി ഞാൻ പറയുന്നത്, മാളൂന് വേണ്ടി മഹിയേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ ഗൗരി ചേച്ചിയുടെ ആത്മാവും ആഗ്രഹിക്കുന്നത് അതാവും. എന്നാലും ഗംഗെ, ഒരു വാക്കിന്റെ പേരിൽ എന്നെയും കുഞ്ഞിനെ തനിച്ചാക്കാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു? ഒരു നിമിഷം കൊണ്ട് മറന്നു കളയാവുന്ന സ്നേഹമല്ല. 100 ജന്മം ഓർത്തു വെക്കാനുള്ള അത്രയും സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ് ഞങ്ങള്. എന്നിട്ടും ഇനിയും മഹേട്ടൻ ഇത് ഓർത്തു വിഷമിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ കാരണമാണ് ഇപ്പൊ ഈ ഓർമ്മകൾ മഹേട്ടന്റെ ഉള്ളിലേക്ക് വീണ്ടും വന്നത്. അല്ല ഗംഗെ, നീ അങ്ങനെ കരുതണ്ട. എന്റെ ജീവിതത്തിൽ എന്റെ ഗൗരിയെ മറന്ന ഒരു സെക്കൻഡ് പോലുമില്ല. അതുണ്ടാവുകയില്ല. പിന്നെ എന്റെ ആ ചോദ്യം, അത് മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ചെല്ല, എനിക്കൊരു സങ്കടവുമില്ല. ശരി മഹേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നോർത്തോ, ഇനി മേലാൽ നീ ഗൗരിയെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാനായിട്ട് ഇനിയൊന്നും ചോദിക്കില്ല. അതാ നിനക്ക് നല്ലത്. സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി നിന്നാ മര്യാദയ്ക്ക് 4 ആള് കണ്ട മോശം പറയാത്ത രീതിയിൽ നിന്റെ വിവാഹം നടത്തി നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ ആട്ടിയിറക്കും ഞാൻ. ഈ ദേവയാനിയുടെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള മറ്റൊരു ദേവയാനി കൂടി എന്റെ ഉള്ളിലുണ്ട്. അത് നീ മറക്കണ്ട. മാളു, ദേ പാല് കുടിക്ക്, എന്നിട്ട് ബാക്കി പഠിക്കാം. ഗംഗേ, എനിക്ക് സ്കൂളിലൊരു പ്രസംഗ മത്സരമുണ്ട്. ആഹാ, അത് കൊള്ളാലോ.
എന്തിനെ കുറിച്ചാ എന്റെ മാളിക്കുട്ടി പ്രസംഗിക്കാൻ പോകുന്നത്? മദേഴ്സ് ഡേ കുറിച്ചാ. എനിക്ക് ഗംഗ ഒരെണ്ണം പഠിപ്പിച്ചു തരാവോ? മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ അമ്മയെ കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടത്? അതെ, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പ്രസംഗം ഇംഗ്ലീഷിലാ പറയണ്ടേ. അയ്യോ, ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ മാളു. പിന്നെ എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പഠിപ്പിക്കും? മഴയത്ത് പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഇവളെങ്ങനെയാ മോളെ നിനക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പഠിപ്പിക്കുന്നേ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടി നടന്നാലേ മാളും അങ്ങനെ തന്നെ ആയി പോവും. അതുകൊണ്ട് ഗംഗയുടെ അടുത്ത് വലിയ കമ്പനിക്കൊന്നും പോകാത്തതാ നിന്റെ ഭാവിക്ക് നല്ലത്. ഞാൻ ആരോട് മിണ്ടണം മിണ്ടണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ശ്രേയ അതിൽ ഇടപെടണ്ട. എന്താ ഇവിടെ പ്രശ്നം? ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ശ്രേയ ഗംഗയെ കളിയാക്കുവാ അച്ഛാ. അതിനിവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യം? എനിക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം. അതിന്റെ കാര്യം ഞാൻ ഗംഗയോട് സംസാരിച്ചതാ. അപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പറഞ്ഞു തരാൻ ഗംഗയ്ക്ക് അറിയാത്തതിനാ ശ്രേയ കളിയാക്കിയത്. എന്താ ശ്രേയത്? ഓരോരുത്തരും വളരുന്നത് ഓരോരോ ചുറ്റുപാടുകളിലല്ലേ. ഗംഗ വളർന്ന സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിനവളെ കളിയാക്കിയത് ശരിയാണോ? മഹേട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഗംഗയെ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാ ശ്രേയക്കുള്ളത്? ഗംഗയ്ക്കുള്ള പല കഴിവുകളും ശ്രേയക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംസാരിക്കാനെങ്കിലും അറിയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മുവിന്റെ ഓർമ്മകള് കുറച്ച് നഷ്ടപ്പെട്ടെന്ന് കരുതി നമുക്ക് അവളെ കൈവിടാൻ പറ്റുമോ? സഞ്ജു തന്നെ ഒന്ന് ചിന്തിച്ച്. അറിയാലോ, ഞാനിപ്പോ ഇവിടെ ഈ വീട്ടില് സഞ്ജുവിന്റെ വധുവായി നിൽക്കുന്നത് എന്റെ അമ്മ കാരണോ? കാല് തളർന്ന് ജീവിതം തന്നെ കൈവിട്ടു പോയ എന്നെ സ്നേഹവും സാന്ത്വനവും തന്ന് കൈപിടിച്ച് നടത്തിയത് അവള. ഒടുവിൽ ഖദർ മണ്ഡപത്തിൽ എന്നെ എത്തിച്ചതും അവള. പിന്നെ കല്യാണ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങൾ. അവിടെയും എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായി നിന്നത് എന്റെ അമ്മുവാ. സഞ്ജു എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ അമ്മുവിന്റെ വാശിയായിരുന്നു. അതവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടവൾ അമ്മു. ഒടുവിൽ അമ്മയോടൊപ്പം അവൾ ഇവിടെ എത്തിയത് നമ്മളെ രണ്ടാളെയും നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാനാ. അതിന്റെ ഇടയിൽ എന്റെ അമ്മുവിന് ഈ അപകടം പറ്റിയത്. സത്യത്തിൽ എന്റെ അമ്മ ഈ അവസ്ഥയിലായത് എനിക്ക് വേണ്ടിയാ. അപ്പോ ഇനി അവളെ രക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനല്ലേ? അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ എന്റെ അമ്മുവിനെ ഒരിക്കലും വെറുക്കില്ല. അവളുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ അവളുടെ ഒപ്പം തന്നെ നിൽക്കും. അതെന്റെ കടമയാ. അത് മറന്നാ പിന്നെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനാ? സഞ്ജു നോക്കിക്കോ, എന്റെ അമ്മു എന്നെ രക്ഷിച്ചതുപോലെ സ്നേഹം കൊണ്ട് ഞാൻ അവളെയും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരും.
എനിക്കിപ്പൊ തന്നെ അമ്മൂനെ കാണണം. നോക്കിക്കോ, ഉറപ്പായി അവൾ എന്നെ തിരിച്ചറിയും. അത്രയ്ക്ക് എന്നെ ഇഷ്ടം അമ്മൂന്. ഇല്ല, സ്വാതിയെ അമ്മു തിരിച്ചറിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എന്നെ അവള് തിരിച്ചറിയും. ശരി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. സഞ്ജു, എന്താ? പിന്നെ അമ്മ എന്തു പറഞ്ഞാലും അമ്മനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ. പാവം അവള്. ഇതിന്റെ റിക്വസ്റ്റാ. ഇല്ല, ഞാനൊന്നും പറയില്ല. എന്നെ കാണുമ്പോ ലച്ചു എങ്ങനെ പെരുമാറാന്ന് അറിയില്ല. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? ആദ്യം നിങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കണം. എന്റെ മനസ്സിലുള്ള ആശയം ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിങ്ങളോടൊക്കെ പറയാം. ശരി. അപ്പോ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കും. നിങ്ങൾ എല്ലാരും വരൂ. ആ ശരി, എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. വിശാൽ സർ, അതെ, എനിക്ക് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല, എന്നാലും പറയാം. നഷ്ടം വന്നെന്ന് കരുതി നിരാശപ്പെടാതെ ബിസിനസ് വികസിപ്പിച്ചാൽ മാത്രമേ മതിയോ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ. എന്നാലേ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാനും പറ്റുള്ളൂ. ബിസിനസ് വികസിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നം ഉണ്ടാക്കണം, അത് വിപണിയിൽ ഇറക്കണം. ഉദാഹരണത്തിന്, ആഹാരം കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ആഹാരം വിളമ്പുന്നത്? അതുപോലെ ഇപ്പോ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്നത് ആരുടെ താല്പര്യത്തിനനുസരിച്ചാ? വിശാൽ സാറിന്റെ ശ്രീദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച്. നീ ആള് കൊള്ളാലോ പാർവതി. വളരെ നല്ലൊരു ഒപ്പീനിയൻ ആണത്, അല്ല വിശാലേട്ടാ? തീർച്ചയായിട്ടും ഇത് തന്നെ വേണ്ടത്. അതുപോലെ തന്നെ ദേ ചോറ് മാത്രം കഴിച്ചാ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാ നമ്മൾ കറികളും കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ കമ്പനി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോരാ. മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ മറ്റെല്ലാ ബ്രാഞ്ചും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ ധ്വനിക്കണം. അപ്പോ അതിനനുസരിച്ചുള്ള ഉയർച്ച ബിസിനസ്സിനുണ്ടാവും. ഇതിനെല്ലാം ഒരു 2 മാസം സമയപരിധി വയ്ക്കണം. 2 മാസത്തിനുള്ളിൽ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിൽ എത്തിച്ചേർന്ന അതിന്റെ ലാഭവിഹിതം ജീവനക്കാർക്ക് കൊടുക്കണം. അപ്പൊ അവര് ഉത്സാഹത്തോടെ ജോലിയെടുത്തോളും. ഇത് മതി. ഈ പ്ലാൻ മതി. അതെ, ഇത് മതി.
ശ്രീദേവി കഴിക്ക്. വിശാൽ സാറും കഴിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കമ്പനിയുടെ കടങ്ങൾ തീർത്ത് കമ്പനി ലാഭത്തിലെത്തണമെങ്കിൽ 10 മാസമെങ്കിലും എടുക്കും. പാർവതി കൊണ്ട് സൈൻ ചെയ്യിക്കണം. ചെയർപേഴ്സൺ എന്ന നിലയിൽ പാർവതി തന്നെയല്ലേ അതിൽ ഒപ്പിടേണ്ടത്? അത് ഞാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാം. പാർവതി, മിടുക്കി. കൺഗ്രാറ്റ്സ്. ഒന്നും യോജിക്കാൻ പറ്റില്ല. അതൊക്കെ വേണോ? എന്താ നിനക്ക്? നീ ഇപ്പൊ കാല് മാറിയോ? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. എടി, ഞാൻ കാല് മാറിയിട്ടൊന്നുമില്ല. പിന്നെന്താ നിനക്കൊരു പിന്തിരിപ്പൻ നയം? ഞാൻ ആ പാർവതിയെ കുറിച്ചാ ചിന്തിക്കുന്നത്. എന്താ നീ ചിന്തിക്കുന്നത്? ജാസ്മിൻ, പാർവതിക്ക് എന്തോ ശക്തിയുണ്ടെന്നല്ലേ പറയുന്നത്? എന്ത് ശക്തി? അതൊക്കെ അവള് പറയുന്നതല്ലേ. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അവൾക്ക് ഉദയന്നൂർ അമ്മയുടെ ശക്തിയുണ്ട്, ഗായത്രി മേഡത്തിന്റെ ആത്മാവ് കൂടെയുണ്ട് എന്നൊക്കെയാ ഞാൻ അറിയുന്നത്. അതൊക്കെ പറഞ്ഞിട്ടാ അവൾ എല്ലാരെയും പറ്റിക്കുന്നത്. നീയും അത് വിശ്വസിച്ചോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്ക് എന്തോ ശക്തിയുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് വസു അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കും. എന്നാൽ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് തരാൻ പോവാ. എന്താ അത്? നിങ്ങൾ കണ്ടോ? വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം അത്. എന്നാലും എന്താന്ന് പറയാലോ. അത് പറ്റില്ല. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് വസു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസും നടന്നിരിക്കും.
അഖിമോൻ എന്ത് സാറ് മോനെ രണ്ടാളും ഇത് മേടിക്കേ. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം. എന്താ അമ്മ ഇത്? രണ്ടാൾക്കുള്ള ഡ്രസ്സാ. എന്തിനാ ചെയ്തൊക്കെ? സാരമില്ല മോനെ, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. മോൻ മേടിച്ചു വാങ്ങിച്ചോ. മോനെ ഇഷ്ടാവൂന്ന് അറിയത്തില്ല. അത്ര വില കൂടിയ ഡ്രസ്സൊന്നും അല്ല. എന്താ ഇഷ്ടാവാതെ? സമ്മാനത്തിന്റെ വിലയിലല്ലല്ലോ പ്രധാനം, അത് തരുന്നവരുടെ മനസ്സല്ലേ. ഇന്നത്തെ ഈ ഡ്രസ്സിനൊപ്പം നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ വില കൂടി ചേർത്ത ഇത് വില മതിക്കാനാവാത്ത ഗിഫ്റ്റ്. അച്ഛനും അമ്മയും തന്ന ഈ ഡ്രസ് ഇട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇന്നത്തെ ഫംഗ്ഷന് പോകുന്നത്. എന്നാ നിങ്ങൾ റെഡി ആയിക്കും, പോകാൻ ഇനിയും വൈകണ്ട. ശരി മോനെ. ശരി എന്നാ. ശരി. ഇനി എന്റെ അഖിൽ സാറിന് എന്റെ വക ഒരു കുഞ്ഞു സമ്മാനം. സമ്മാനം? വാച്ചോ? ഇഷ്ടായോ? നന്നായിട്ടുണ്ടോ? ഇഷ്ടായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോൾ ഇന്ന് ആഘോഷത്തിന് പാടുന്നു. വസുവിനിപ്പോ നല്ല മാറ്റമുണ്ട്. ഇനി മോളോട് എന്തെങ്കിലും ദേഷ്യം ബാക്കിയുണ്ടെങ്കിൽ ഈ പാട്ടോടുകൂടി അതും തീരും. എനിക്ക് നല്ല വിശ്വാസമാണ്. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മയുടെ മനസ്സ് മാറുമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? അപ്പോ അഖിൽ സാറിന്റെ സങ്കടം തീരാൻ പോകുന്നേ ഞാൻ പാടാച്ച. ശരി, എന്നാ മോള് വാ, നമുക്കെല്ലാവരും ഞെട്ടിക്കാം. Wish you a happy wedding anniversary. Thank you. ചമേ, നല്ലതേ വരൂ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനിയും ഒരുപാട് വർഷം രണ്ടാളും ഇതുപോലെ ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു ഏട്ടാ. താങ്ക് യു ഏട്ടാ. അല്ല, വസു എവിടെ? അമ്മ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുക. വിളിക്ക്, വരാൻ പറ. ഞാൻ പോയി വിളിച്ചിട്ട് വരാച്ച. വേണ്ട, ഞാൻ പോയി അമ്മയെ കൂട്ടിയിട്ട് വരാം.
എന്നാ പിന്നെ വേഗം ചെല്ല്. ആ ഞാൻ എന്താ എത്തി. ബസ് വരട്ടെ. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. അമ്മ ഇതുവരെ റെഡി ആയില്ലേ? ഈശ്വര, എന്താ ഇത്? ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്താ അനങ്ങാതെ നിൽക്കുന്നേ? അമ്മേ, അമ്മേ, അല്ലമ്മേ, അവിടെ പോകാം. എന്നാലും ഈ ഗിഫ്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അതിപ്പോ കാണാൻ പോവല്ലേ. അവള് ആ ശ്യാമ ഈ കുടുംബത്തോട് കാട്ടിയതൊക്കെ അമ്മ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തിന് അവൾ അമ്മയോട് ചെയ്തതോ? അമ്മയെ കണ്ണീര് കുടിപ്പിച്ച് അവിടെ അഖിയെ കഷ്ടപ്പെടുത്തിയില്ലേ? എന്നാലും അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്നേ? ഒന്നാലോചിച്ചേ. ഇപ്പൊ തന്നെ സമയം വൈകി, വാ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചടങ്ങിന് വന്നവര് ഇതിനു മുമ്പ് ഇങ്ങനൊരു കപ്പിൾസിനെ കണ്ടിരിക്കാനേ വഴിയില്ല. ഐക്യം, യോജിപ്പ്. ഏട്ടൻ മരത്തിൽ കാണുന്നത് ഏട്ടത്തി മാനത്ത് കാണും. ദമ്പതിമാരായാൽ ഇങ്ങനെ വേണോന്നാ കേട്ടിരുന്നവരുടെയൊക്കെ അഭിപ്രായം. അവൻ സത്യം അറിയാതെ ഓരോന്ന് പുലമ്പിയതാണ് രാധെ. സത്യം എനിക്കും അഞ്ജലിക്കും മാത്രമേ അറിയൂ. നീയല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്ത് പ്രലോഭനം ഉണ്ടായാലും എന്തൊക്കെ സാഹചര്യങ്ങൾ ഒത്തുവന്നാലും അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്നുറപ്പാണ്. എന്റെ മനസ്സിളക്കാൻ ആർക്കും സാധിക്കില്ല. വിശ്വസിക്കാം. ഇനിയെങ്കിലും നീ ഒന്ന് പറ, ഇപ്പോഴും എന്നിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന നീ എവിടെയാണ്? എപ്പോഴാ നീ എന്റെ മുന്നിൽ വരുന്നത്? എപ്പോ എനിക്ക് നിന്നെ കാണാൻ സാധിക്കും? എപ്പോ? പ്രസാദേട്ടാ, സോറി. നമ്മുടെ മാതൃകാ ദാമ്പത്യത്തെ പറ്റി അവരൊക്കെ പറഞ്ഞത് കേട്ട് പ്രസാദേട്ടന് വിഷമമായെന്നറിയാം. എന്തു ചെയ്യാനാ? സത്യം അവർക്കറിയില്ലല്ലോ. അതവരെ അറിയിക്കാനോ ആവാത്ത അവസ്ഥ. അങ്ങനെ ചെകുത്താനും കടലിനും നടുക്ക് പ്രസാദേട്ടനെ കൊണ്ടെത്തിച്ചത് ഞാനാ. അതിന് ഞാൻ പ്രസാദേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. ഐ എം എക്സ്ട്രീംലി സോറി. എന്തു ചെയ്യാം, കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേഷം കെട്ടൽ അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ടാ. ഏയ്, താനിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അഞ്ജലി. സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്നതിനേക്കാൾ അർത്ഥവത്താണ് മറ്റാർക്കെങ്കിലും വേണ്ടി ചില ത്യാഗങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്യുന്നത്. ഇങ്ങനെ ഭാര്യ ഭർത്തക്കന്മാരായി അഭിനയിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം ഇതിലൂടെ മറ്റു ചില ലക്ഷ്യങ്ങൾ നേടാനായി എന്നുള്ളതാണ്. ആരതിയും മുരളിയും ഭാര്യ ഭർത്തക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയത് നമ്മളിങ്ങനെ അഭിനയിച്ചതുകൊണ്ടാ. അതെ, സത്യം അത്. ഇനി ഒരു കാര്യം ചോദിക്കാവുന്നതാണോ എന്നറിയില്ല, എങ്കിലും ചോദിച്ചോട്ടെ. പ്രസാദേട്ടന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അതാരാ? അവരിപ്പോ എവിടെയാ ഉള്ളത്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? സോറി, അവൾ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും ഞാനവളെ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചേനെ. പക്ഷേ അതെനിക്കറിയില്ല. എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഒരു മധുരിക്കുന്ന ഓർമ്മയും
വേദനിപ്പിക്കുന്ന മുറിവുമാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആ മുറിവിനെ കൂടുതൽ വലുതാക്കേയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്നും ചോദിക്കരുത്. പറയാനാവില്ല എനിക്ക്. ഐ എം സോ സോറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ പോയപ്പോൾ ഉഷാറൊന്നും കാണാനില്ലല്ലോ ഭവാനിയമ്മേ. പറമ്പ് ഇളക്കാൻ പോണ പണിക്കാര് തിരിച്ചു വരുമ്പോഴുള്ള ഒരു അവസ്ഥയില്ലേ, ഏതാണ്ട് അതുപോലെയാണല്ലോ കൂടണഞ്ഞിരിക്കണത്. ഞാൻ ഒന്ന് നോക്കട്ടെ. സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓർമ്മയുണ്ടല്ലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ നിന്റെ കുടുംബത്തിന്റെ നാശത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തവനാ ഞാൻ. പക്ഷെ ഞാനൊരു നയവഞ്ചകനും കുലദ്രോഹിയാണെന്ന് നീ മനസ്സിലാക്കുന്നത് നിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് മാത്രമാണ്. അത്രയ്ക്ക് സാമർത്ഥ്യത്തോടെ എന്റെ വഞ്ചക മുഖം എനിക്ക് ഒളിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ ആർക്കൊക്കെയോ എന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയുന്നു എന്നൊരു തോന്നൽ. അതിലൊരാളാണ് ഇന്നെന്നെ രാധയായിട്ട് ശബ്ദം മാറ്റി വിളിച്ചത്. തീർച്ചയായിട്ടും അത് യഥാർത്ഥ രാധയല്ല. പിന്നെ ആരാ? നിനക്കറിയാതെ ആരാണെന്ന്. പക്ഷെ നീ അത് പറയില്ല. വേണ്ട, പറയണ്ട. ഞാനത് കണ്ടുപിടിച്ചോളാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം അത് ആരാണെന്ന്. പറയടാ, എന്തിനാടാ വീണ്ടും ആ ചിത്രത്തിൽ പൊട്ടു തൊട്ടത്? നീയല്ലേ അത് ചെയ്തത്? നീ അല്ലെങ്കിൽ ആര് ചെയ്തു? പറ, പറയാൻ. പറയാനല്ലേ പറഞ്ഞത്? വീണ്ടും വീണ്ടും നീ ഈ പാവത്തിന് ഇങ്ങനെ ഇട്ട് തല്ലണ്ട. അത് ചെയ്തത് മണിച്ചനല്ല, ഈ ഞാനാ, കോട്ടയ്ക്കൽ ഭവാനി. പറഞ്ഞത് കേട്ടല്ലോ. ആ പൊട്ടിന്റെ പേരിൽ ഇനിയും നീ കൂടുതൽ ക്ഷോഭിക്കണമെന്നില്ല. ഞാൻ തന്നെ ആ പൊട്ട് മായ്ച്ചു കളയാം, എന്റെ ഈ കൈകൊണ്ട് തന്നെ. വേണമെന്നില്ല. സന്തോഷമായി എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.